ഒരു പെണ്ണിനെ തലാക്ക് ചെല്ലണമെങ്കിൽ ഇസ്ലാം 4 കാരണം പറഞ്ഞിട്ടുണ്ട്. 4 കടമ്പ കടക്കണം തലാക്ക് നടക്കണമെങ്കിൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ എന്ത് ചെയ്യണം? ഒരു രാത്രി ഭാര്യയും ഭർത്താവും മിണ്ടാതെ ഒരേ പായിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്ന സുപ്രഭാതം പൊട്ടി വിടരുന്ന സമയം വരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. നേരെ മറിച്ച് ദമ്പതികളായ ഭാര്യ ഭർത്താക്കന്മാര് അവരൊന്നും ചെയ്യണ്ട, ഒന്നും നടക്കണ്ട, സ്നേഹത്തോടുകൂടെ മുഖത്തോട് മുഖം ചേർത്തി വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുന്നത് വരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉപദേശം കൊടുത്തിട്ടും നേരെയാവാത്ത പെണ്ണാണെങ്കിലോ ഖുർആൻ പറയുന്നു വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, കിടപ്പ് സ്ഥലത്ത് അവളെ അങ്ങ് ഒഴിവാക്കിക്കോ. രാത്രി കിടക്കാൻ പോകുമ്പോ ആ ഭാര്യന്റെ കൂടെ കിടക്കണ്ട. കുറച്ചു ദിവസം ഭാര്യ നിന്ന് വിട്ടിട്ട് ഭർത്താവൊന്ന് മാറിക്കിടക്കട്ടെ. സ്നേഹം കൽബിലുള്ള പെണ്ണാണെങ്കിൽ ഒരു 10 ദിവസം മാറിക്കിടക്കുമ്പോ 11ാമത്തെ ദിവസം ഭർത്താവിന്റെ കാല് പിടിച്ച് കരയുമല്ലോ. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അറിയാതെ ഒന്നാകുമല്ലോ. കിടപ്പ് സ്ഥലത്ത് ഭാര്യയെ വർജിച്ചിട്ടും ഭാര്യ നേരെയാവുന്നില്ലെങ്കിലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3ാമത്തെ ഓപ്ഷൻ എന്താണ്? ആ പെണ്ണുങ്ങളെ ചെറിയ നിലയ്ക്ക് ശിക്ഷിക്കണം. പെണ്ണുങ്ങളെ ചെറിയ നിലയ്ക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് വയല് കേട്ടിട്ട് നിങ്ങൾ ആരേലും പോയിട്ട് ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉസ്താദ് ഇന്നലെ വയല് പറഞ്ഞത് പെണ്ണുങ്ങളെ ചെറിയ നിലക്കൊക്കെ കൈകാര്യം ചെയ്യാന്നാണ്. അതുകൊണ്ട് കേടുകെട്ടടി നിനക്ക് ഒന്ന് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അകത്തു പോയാൽ എന്നെ പുരുവാലാക്കരുത് കേട്ടോ. നമ്മൾ ഇന്ത്യൻ നിയമം സ്വീകരിച്ചാൽ മതി, ഇന്ത്യൻ നിയമം സ്വീകരിച്ചാൽ മതി കേട്ടോ. അപ്പൊ പെണ്ണുങ്ങളാരും തല്ലാരും കുത്താനൊന്നും വേണ്ട. കിടപ്പ് സ്ഥലത്ത് വർദ്ധിച്ചിട്ട് നേരെ ആവണില്ലെങ്കിൽ പറയാ പാപ്പാക്ക് ഫോൺ ചെയ്യാം, അമ്മാക്ക് ഫോൺ ചെയ്യാം, അതെ ശരിയാണ് കേസല്ല, ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് പറയാം. നമ്മുടെ കുടുംബക്കാരൊക്കെ പാടെ ഒരു മധ്യസ്ഥ നടത്തണം. പുരുഷന്റെ ഭാഗത്തുനിന്നും സ്ത്രീയുടെ ഭാഗത്തുനിന്നും മധ്യസ്ഥന്മാര് വരണം. മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടാൽ, മധ്യസ്ഥന്മാർക്കും ഇവരെ യോജിപ്പിക്കാൻ വയ്യാതെ വന്നാൽ അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് തലാക്ക് ചെല്ലാം. അങ്ങനെ ചെല്ലുന്ന തലാക്കിനെ പറ്റി റസൂലുള്ള പറഞ്ഞത് എന്താണെന്നറിയോ? അബ്അദുൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. അല്ലാഹു തആല അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഒരു ഭാര്യ ഭർത്താവിനെ തലാക്ക് ചെല്ലലാണ്. ഒരു പെണ്ണിനെ തലാക്ക് ചെല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശ് കിട്ടുകിട്ടാ വിറക്കുമെന്ന്